ബൈ ദ വേ ഞാൻ എയറിലേക്ക് പോകുന്നു. എൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയം ഇതുവരെ എങ്ങനെ ഷോക്കേസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഒരു ഇതെടുത്തിട്ടിട്ട് ആഹ്ലാദിപ്പെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. എനിക്ക് അങ്ങനെ ഇപ്പോൾ കരയാൻ പറ്റൂല, എനിക്ക് കരേണ്ട ആവശ്യമില്ലല്ലോ. സഖാക്കള് അല്ലെങ്കിൽ അവർ തോൽവി സമ്മതിക്കാത്ത ആളുകളാണ്, പരാജയം സമ്മതിക്കാത്ത ആളുകളാണെന്ന് പറയും. കുറച്ച് പേര് വന്നിട്ട് മായാവി തോറ്റു എന്ന് ചാനലുകളിലെല്ലാം പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ആ പേര് വൈറലായതിൻ്റെ ഒരു നമുക്കറിയാമല്ലോ, നമ്മൾ ആഘാതം വീഴ്ച കൂടുമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം ഞാൻ ഒരിക്കലും ചന്ന ചേച്ചി ഞാൻ ഇന്ന പാർട്ടിയാണ് ഇതിലേക്ക് വരണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾക്കുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പകുതി ശിവനെ, പിന്നെ ഈ ഐഡൻറ്റിറ്റി പുറത്ത് കാണിക്കാൻ പറ്റാത്ത ആളുകൾ, അങ്ങനെയുള്ള കുറേ ആളുകൾ വന്നിട്ട് പറയും ശിവനെ, അയ്യപ്പനെ. ഞാൻ എന്നാ ട്രോളി പറഞ്ഞ പോലെ അയ്യപ്പനെ ഞാൻ പറഞ്ഞ ദേവലോകത്താണോ നിന്നത്, കേരളത്തിൽ തന്നെ ഇവിടെ നമ്മുടെ വാർഡിലാണോ, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കരഞ്ഞിട്ടുള്ളത് ആരും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഈ ഉല്ലാസം എന്ന് പറഞ്ഞ പുള്ളി കണ്ടിട്ടുണ്ട്, ഉല്ലാസ് ചേട്ടൻ കണ്ടിട്ടുണ്ട്, പിന്നെ എവിൻ്റെയും കെവിൻ്റെ അമ്മ കണ്ടിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരി കെട്ടിപ്പിടിച്ച് കരയും. ഇന്ന് വരെ പുള്ളിക്കാരിയോട് ചോദിച്ചിട്ടില്ല നീ എന്തിനാ കരയുന്നത്. എന്നിട്ട് എന്നോട് പറയും ശരിയാവും, കടങ്ങളുണ്ടെന്നറിയാം, കുട്ടികളില്ലെന്നറിയാം, ഇതൊക്കെ അറിയാമെങ്കിലും ശരിയാവും എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, ശരിയാകും എന്ന് പറയും. അല്ല ഞാൻ മറ്റുള്ള മുന്നിൽ കരയുക എന്ന് പറഞ്ഞാൽ ആ ഫ്ലോറിൽ പോലും എൻ്റെ കണ്ണീര് വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് എനിക്ക് കുട്ടികളില്ല. നിനക്ക് എന്താ കുട്ടികളില്ലാത്തെന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അന്നേരം ചിരിച്ചുകൊണ്ട് അതൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞാലും അതിനുള്ള മറുപടി ഞാൻ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് വൽക്കരിച്ച് പറയാൻ പറഞ്ഞു. ഞങ്ങളുണ്ട് ഇപ്പോൾ ഈ ഗ്യാസിന് വില കൂടുന്നു, പെട്രോൾ, ഇതൊന്നും നമ്മുടെ നാട്ടിൽ ചിലർക്ക് വിഷയമില്ല. അവരുടെ വിഷയമായ എന്താണ് പറയാത്തത്. ഇതെന്നൊരു ഹാസ്യ രൂപേണ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നാട്ടുകാർക്ക് അറിയണ്ട ഞാൻ കല്യാണം കഴിച്ചിട്ട് വന്നതുപോലെ ആളുകൾക്ക് അറിയാതെ. അപ്പം നമ്മളോട് സംസാരിക്കാൻ ഇത് ഇവിടെ പോയി പറയുമോ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഭയം ഉള്ളിലുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം ഒരു ഇതൊന്നും അവിടെ പോയി പറഞ്ഞേക്കല്ലേ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മായ വി ആണ്. നമസ്കാരം. വാസന്തിയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതാ, മായ എന്നുള്ളിടത്ത് വി ചേർത്തത് അമ്മയുടെ പേരാണ്. അതെ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര എന്തോ, നമ്മൾ ഒരു കാലത്ത് എല്ലാവരും അച്ഛന്മാരുടെ പേര് എന്ന് വെച്ചാൽ മോശമാണെന്നൊന്നുമല്ല, അമ്മമാരുടെ പേര് ചേർക്കുന്നത് ആരും അങ്ങനെ ചേർത്ത് കാണത്തില്ല. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മിക്ക ആണുങ്ങളും ഫേസ്ബുക്കിലൊക്കെ പേര് മാറ്റും, അവർ അമ്മയുടെ പേര് കൂട്ടിയിടും. പക്ഷെ ആ പേരിട്ടപ്പോൾ പോലും അതൊരു കാർട്ടൂണായിപ്പോയി. നമ്മൾ മറ്റേ വിപ്ലവം പറയാനാണ് ഇട്ടെങ്കിൽ പക്ഷെ ആൾക്കാർക്ക് അറിയില്ല അതൊരു എന്താ പറയുക, വിപ്ലവമല്ല, നമുക്ക് ഓക്കെ നമ്മുടെ അടുത്തൊരാളാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കോമഡി ആയിട്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത്. മായാവി ഒരു കോമഡി കഥാപാത്രമല്ല കേട്ടോ, മായാവി രക്ഷിക്കാൻ വരുന്ന ഒരാളാണ്. അത് കോമഡി ആയത് നമ്മുടെ പടം വന്നതിന് ശേഷമാണ്. ശരിക്കും ഈ ഒരു എലക്ഷൻ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു മായാവിയിലെ വി വാസന്തി അമ്മ? എന്താ പറഞ്ഞത്? അമ്മ എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ ആദ്യമായിട്ട് ഇലക്ഷനിലേക്ക് എന്ന് പറഞ്ഞപ്പോഴും അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ആ പേര് വൈറലായതിൻ്റെ ഒരു നമുക്കറിയാമല്ലോ, നമ്മൾ ആഘാതം വീഴ്ച കൂടുമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വൈറലായി പോകുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ഹസ്ബൻഡിനോടും അമ്മയോടൊക്കെ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് ഇന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ കണ്ടറിയണം കോശി, അങ്ങനെ ഞാൻ പറയുമായിരുന്നു. നമ്മൾ സ്ത്രീകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളൂ കൂടുതലായിട്ട് എലക്ഷൻ പോലുള്ളതിലേക്ക് കടന്നു വരികയും അതുവരെയും ജസ്റ്റ് പാർട്ടിയിലെ ഇപ്പം ഏതിലായിക്കോട്ടെ സ്ത്രീ പ്രവർത്തിക്കാനുണ്ടാവും, അത് വിരലിലുണ്ടാകുന്നവരാണ്. സ്ഥാനാർത്ഥത്തിലേക്ക് വരുമ്പോൾ അത് കുറേ കൂടെ ഒരു നമുക്ക് ഭയങ്കര സ്ത്രീകളുണ്ടെങ്കിൽ നമുക്കും കുറച്ചുകൂടെയൊക്കെ എന്തോ അവരോട് പറയാൻ പറ്റും, കുറേ കൂടെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ വാദിക്കുന്ന സ്ത്രീ ഒരാൾ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഈ കൺസേണുകൾ വരുന്നത്, പ്രത്യേകിച്ചും അമ്മമാർക്കാണ്. അൾട്ടിമേറ്റ് നമുക്ക് അവരുടെ മക്കളാണ് നമ്മൾ തോറ്റാലും ജയിച്ചാലും നമ്മളുടെ പൾസ് അറിയുന്നവരാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ആഘാതം ഇപ്പം പറയുന്നത് പോലെ ഈ തോൽവിയെ തുടർന്ന് അല്ലെങ്കിൽ ഒരുപാട് റീൽസ് ചെയ്തിരുന്നു, കരഞ്ഞു വെച്ചിട്ടുള്ള റീൽസൊക്കെ. അപ്പോൾ ഈ അമ്മ ഇതൊക്കെ കാണാറുണ്ടോ? എങ്ങനെയാണ് അമ്മ ഇതിനോട് സംസാരിക്കുന്നത്? അമ്മ ഞാനിത് ഫസ്റ്റ് എൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ തോറ്റുപോയി കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു അത് സാരമല്ലോ വെച്ചേ, ഇതിപ്പോൾ എല്ലാവർക്കും കൂടി ജയിക്കാൻ പറ്റുമോ എന്ന് പറയുന്നൊരു അമ്മയാണ് എൻ്റെ. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് എൻ്റെ അമ്മായിയമ്മയാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, അമ്മച്ചിനെയാണ് വിളിക്കുന്നത്. അമ്മച്ചി അതിൻ്റെ തലേ ദിവസം വരെ എനിക്ക് ഭയങ്കരമായിട്ട് കൊച്ചായി തോൽവിയും വിജയമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. കാരണം അമ്മ അത് പറയുന്നത് വെച്ചാൽ അതൊരു വേറെ വാർഡാണ്, അവിടെ ഒരു 15 വർഷമായിട്ട് UDF സിറ്റിംഗ് വാർഡാണ്. അപ്പം അത് അങ്ങനെ ഉണ്ടാവും കേട്ടോ എന്ന് എനിക്കിങ്ങനെ ധൈര്യമൊക്കെ തന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ
റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തലകറക്കി, അമ്മയ്ക്ക് ഭയങ്കര വയ്യായികയായിപ്പോയി. അപ്പം ഞാൻ വെച്ച് അമ്മയല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞത് ഈ പ്രശ്നം ധൈര്യത്തോടെ നിൽക്കണം, നീ ധൈര്യത്തോടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ അതേ കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പം എൻ്റെ അമ്മയൊക്കെ കൂടുതൽ അമ്മച്ചിക്ക് കുറച്ച് സങ്കടമായി. അത് ഒരുപാട് നമ്മൾ ഈ ചെന്ന് കയറുന്ന വീടാണ്, നമ്മളെല്ലാം എപ്പോഴും ആളുകൾ പറയുന്ന എന്നെ മകളെ പോലെ അവർ കാണുന്നതെന്നാണ്. എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പോലും എനിക്ക് എതിർപ്പുണ്ട്. മകളെ പോലെ എന്നല്ല, മകളാണ്, നമ്മൾ മകളാണ്. ആക്ച്വലി അങ്ങനെയാണ് നമ്മൾ പോലും പറയുന്നതിൽ അബദ്ധത്തിൽ നമ്മൾ പറയുന്നത് മകളെ പോലെയാണ്. അതെന്താണ്ട് മകളെ പോലെയാണ് നമ്മളോടൊന്നും പക്ഷെ അവർ ദേഷ്യപ്പെട്ട് പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ അമ്മായിമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മായിമ്മമാർക്കോ ഇങ്ങനെ നമ്മളോട് ദേഷ്യപ്പെടാൻ പേടിയാണ്. കാരണം നമ്മൾ ഏത് അർത്ഥത്തിലെടുക്കുന്നു. സ്വന്തം മക്കളാണെങ്കിൽ തവിക്കണയും ചൂലും ഒക്കെ തലയെ കൂടെ പറക്കും അല്ലേ? പക്ഷെ നേരെ മറിച്ച് അമ്മായിമ്മമാർക്ക് അത് ചെയ്യാൻ പേടിയാണ്. അപ്പൊ നമ്മൾ മകളെ പോലെ കാണുന്നെന്ന് പറയുന്നത് തെറ്റല്ലേ? അതെ അതെ, എനിക്ക് ഇല്ല ഞാൻ എൻ്റെ മറ്റുള്ളവരുടെ കാര്യം അല്ല കേട്ടോ, ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂസിനൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് പറയും. എനിക്ക് എൻ്റെ അമ്മയും അമ്മായിയമ്മ എനിക്ക് അമ്മായിയമ്മയും തന്നെയാണ്. പക്ഷേ എൻ്റെ അമ്മായിയമ്മ എത്രത്തോളം എന്നെ ചേർത്ത് പിടിക്കുന്നു, ഒരു അമ്മായിയമ്മയ്ക്ക് എത്രത്തോളം മകളെ ചേർത്ത് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മരുമകളെ ചേർത്ത് പിടിക്കാൻ പറ്റും, അത്രയും എന്നെ കേൾക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നൊരു സ്ത്രീയാണ്. പിന്നെ 2 ജനറേഷൻ്റെ ഗ്യാപ്പിൽ ചില പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ നമ്മൾ ചില വാക്കുകൾ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പം തിരിച്ചു പറയൂല. അവിടെ സൈലന്റ് ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കണം, മനസ്സിലാക്കിക്കോണം. അപ്പൊ തന്നെ ഞാനത് ഉൾട്ടടിച്ച് പറയും, അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടാക്കിൾ ചെയ്ത് പോകണം. നമ്മൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കി. എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല കേട്ടോ, എന്നോട് ഇതുവരെ ദേഷ്യപ്പെട്ട് ഒച്ചയെടുത്തൊന്നും അമ്മച്ചി സംസാരിച്ചിട്ടില്ല, ഹസ്ബൻഡും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അല്ല, മായവിയുടെ ശരിക്കും മായയുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിൽ അമ്മ അച്ഛനൊക്കെ? എൻ്റെ സ്വന്തം വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ആങ്ങളയുണ്ട്, നാത്തൂനുണ്ട്, പിന്നെ ഒരു കുഞ്ഞാവയുണ്ട് ദക്ഷിണ. പിന്നെ ഇവിടെ ഉള്ളത് ഒരു മോനേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് സിജി ദാമോദരൻ എന്നാണ് പേര്. പുള്ളി എറണാകുളത്തൊരു ഹോട്ടലിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ അമ്മയുണ്ട്, ചാച്ചനുണ്ട്. ചാച്ചൻ ഇപ്പം മരിച്ചിട്ടൊരു 6 മാസം ആവുന്നതേ ഉള്ളൂ. ഈ കൊല്ലത്തുനിന്ന് ഞങ്ങളുടെ കൂത്താട്ടുകുളത്തേക്ക്, ഈ കോട്ടയം എറണാകുളം ഒക്കെ ഉള്ള ബോർഡറിലേക്ക്, അത് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് എറണാകുളത്താണ് പഠിച്ചത്. ഞങ്ങൾ പ്രണയവിവാഹമായിരുന്നു, 9 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്. ചുവപ്പിനെ മാത്രം പ്രണയിക്കും എന്ന് പറഞ്ഞ് നടന്നൊരു മനുഷ്യനാണ് അത്. പുള്ളിയുടെ ഇങ്ങനെ അന്നോട്ടുള്ള ഫേസ്ബുക്കിലൊക്കെ പുള്ളിയോട് ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പുള്ളിക്ക് നാക്കില്ല. അപ്പം ഞാൻ വല്ല വിപ്ലവം പറയുക അങ്ങനെയൊക്കെയുള്ള പുള്ളിക്ക് കഴുത്തിന് ചുറ്റും നാക്ക് വരും. പുള്ളി അതിനെപ്പറ്റി സംസാരിക്കും. അപ്പം പുള്ളിയുടെ അന്നത്തെ സമയത്തൊക്കെ പുള്ളിയുടെ ഇപ്പോഴും എടുത്തു വെച്ചാൽ നോക്കിയറിയാം. പുള്ളിയുടെ ഫേസ്ബുക്കിൽ പുള്ളിയുടെ ആദ്യത്തെ പ്രൊഫൈൽ പിക്ക് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ചുവപ്പിനെ പ്രണയിക്കുന്നവൻ ഇങ്ങനെയായിരുന്നു. അങ്ങനെ അവിടെ പോയി ഞാനൊരു കൊടിയൊക്കെ നട്ട്, അവിടെ ഞാനൊരു റെഡ് ഫ്ലാഗ് ഒക്കെ നട്ട് ചുവപ്പിനെയും വിപ്ലവം പ്രണയിക്കുന്നവനാക്കി ഞാൻ. അതാണോ ഇപ്പൊ ഈ പറയുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ പലർക്കും ഒരിതുണ്ട്, 2 ഇതുണ്ട്. മായ ചെയ്ത സ്റ്റാൻഡപ്പ് കോമഡിയിൽ നാട്ടുകാർക്ക് ഭയങ്കരമാണ്, അതൊരു പരിചിത മുഖമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തപ്പെടാൻ ഇതുണ്ട്. പിന്നെ 2 ഈ പറയുന്ന ഹസ്ബൻഡിനൊരു ഇതുണ്ട്, പാർട്ടിയുടെ ഇതുണ്ട്. അതാണോ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നതിനൊരു കാരണം? അങ്ങനെയില്ല. അങ്ങനെ കുറേ ആളുകൾ കുറച്ച് പേർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് നീ കലാകാരി ആയതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, നീ ഈ പാർട്ടിക്കാരിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് പറ്റുന്നില്ല എന്ന് പറയാം. അതിനോട് എനിക്ക് ഇപ്പം ശരണ ചേച്ചിക്ക് ഇപ്പോൾ കോഫി ഇഷ്ടമാണ്, എനിക്കും കോഫി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി ആയിരിക്കും ഇഷ്ടം, എനിക്ക് നോർമൽ കോഫി ആയിരിക്കും. നിങ്ങൾക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ്, നിങ്ങളുടെ ഒരു വേറെ ടേസ്റ്റുള്ള സിനിമയാണ്. അതുപോലെ എനിക്ക് വേറെ ടേസ്റ്റുള്ള, നിങ്ങൾക്കൊരു സ്ഥലം ഇഷ്ടമാണ്. അപ്പം നമുക്ക് 2 പേർക്ക് ആ സ്ഥലത്ത് ചിലപ്പോൾ ഫുഡായിരിക്കാം, ഓരോ സംസ്കാര രീതിയാണ്. നമുക്ക് ഒരു ഇഷ്ടത്തിൽ തന്നെ 2 കാര്യങ്ങൾ വേണം. അതുപോലെയാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം ഞാൻ ഒരിക്കലും ശരണ ചേച്ചി ഞാൻ ഇന്ന പാർട്ടിയാണ്, ഇപ്പം ഇതിലേക്ക് വരണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾക്കുണ്ട്, അതിലൊരു നിലപാടുണ്ട്, ഒരു ആശയമുണ്ട്, അതിൽ ഒത്തുവരുന്ന ജനങ്ങളുണ്ട്, ഒരു നേതാവുണ്ട്. അത് നിങ്ങൾ മുറുക്കെ പിടിച്ചോ, നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ പറയുമ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയം ഇതുവരെ എങ്ങനെ ഷോക്കേസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഇലക്ഷൻ വന്നപ്പോഴാണ് അത് ഞാൻ പുറത്ത് പറയുന്നത്. അത് മറ്റുള്ളവർ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് അടുത്ത ജന്മം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടത്തിന് ജീവിക്കാം. ഇപ്പം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചേ പറ്റും. ഈ ജന്മത്തിൽ എനിക്ക് എൻ്റെ ജന്മം എന്തായാലും എനിക്ക് എൻ്റെ ഇഷ്ടം ജീവിക്കാം. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് രാഷ്ട്രീയത്തിലൊക്കെ. അവരിങ്ങനെ നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തുകൊണ്ട് നിന്നൂടാ. ഞാൻ എപ്പോഴും എൻ്റെ ഉത്തരം
എനിക്ക് വേണ്ടിയിട്ട് ആൻസർ ഞാൻ എടുത്തിട്ട് സെക്കൻഡ് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. അല്ലാതെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് പുള്ളിയുടെ ഉത്തരം എടുത്ത് ഞാൻ എൻ്റെ ഇഷ്ടമാക്കുമല്ല. എൻ്റെ ഇഷ്ടം ഞാൻ പുള്ളിയോട് ഷെയർ ചെയ്യുക ചെയ്യുന്നത്. അല്ല ചേട്ടാ ഞാൻ നിന്നോട്ടെ പൊക്കോട്ടെ, അതില്ല. ചേട്ടാ ഞാൻ നിൽക്കുവാണേ, ഞാൻ പോവുകയാണേ, അത്രേ ഉള്ളൂ. ആ പറഞ്ഞതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഓപ്പർച്യൂണിറ്റി നമ്മുടെ വാതിക്കൽ വരുവാണ്, നമ്മളാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത്. നമുക്ക് ആ സമയത്തൊരു ഡിസിഷൻ എടുക്കാം, വേണമെന്നോ വേണ്ടെന്നോ, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് അവരൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഇത് ചെയ്യാമല്ലോ. നമുക്കൊരു ഡിസിഷൻ ഉണ്ടാവും. കാരണം എത്രയോ ആളുകൾ നിൽക്കാൻ അറിയാലോ, സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി ആഗ്രഹിച്ച എത്രയോ മനുഷ്യരുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിൽ ഓക്കെ ഇതല്ലല്ലോ. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമ്മൾ ഈ പറയുന്ന പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. ജയിച്ചു കഴിഞ്ഞാൽ മായ ഒരിക്കലും ആ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. ആ വാർഡിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും പഞ്ചായത്തിനെ വേണ്ടി നിൽക്കും. ആ പഞ്ചായത്തിനെ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാൻ പറ്റുന്ന ലെവലിൽ നമ്മൾ എത്തിക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലേ ആളുകൾക്ക്. ഞങ്ങളൊരു മുനിസിപ്പാലിറ്റിയാണ് അവിടെ. അത് എനിക്ക് പറയുന്ന പോലെ സ്ത്രീകൾ വന്ന കുറേ സ്ത്രീകൾ ഇവളിനി പുതിയതായിട്ട് ഇവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് രണ്ട് ചിന്തകളായിട്ട് പോകും. ഇവളിന് കലാപരമായിട്ട് ടി വിയിലേക്ക് തന്നെ തിരിച്ചു പോകും, ഇവൾക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇവള് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ അങ്ങനെയൊക്കെ ചിന്തകൾ മാറിപ്പോവും. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്കും ഒരു ഇന്റർവ്യൂയിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു പ്രധാന കാരണം, ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ കണ്ടിട്ടുണ്ട്. അതിലുപരി നമ്മൾ ഈ പറയുന്ന സൈബർ ബുള്ളിങ് ഭയങ്കരമായിട്ട് നേരിടുമ്പോൾ നമ്മൾ അതിനെ ടാക്കിൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ നേരിടുക എന്ന് പറയുന്നത് ഇത്തിരി അപാരതരം. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പോലും ഒരു നെഗറ്റീവ് കമന്റ് വന്ന മറ്റേ സാഹചര്യം കാണിച്ചാൽ അയ്യോ എൻ്റെ അമ്മച്ചെന്ന് പറഞ്ഞു ഞാൻ ബോധം കിട്ടും, എനിക്ക് പറ്റില്ല, എന്നെ അത് ഹോണ്ട് ചെയ്യും. 1000 നല്ല കമന്റുകളോ അല്ലെങ്കിൽ 1000 പേര് നല്ല എന്ന് പറഞ്ഞാലും ഈ ഒരു ഒറ്റ ഒരെണ്ണം എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുത്തി നോവിക്കും. അപ്പം അതിനെ ഇത്രയും ഇതായിട്ട് പറഞ്ഞ മുറ്റമടിച്ചുകൊണ്ട് നിന്നപ്പോൾ തോറ്റതല്ല എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. സോ നമ്മളത് ഇവർക്ക് മറുപടി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണോ അതോ നമ്മൾ ആ തോൽവി അംഗീകരിച്ചുകൊണ്ട് പറയണം എന്നായിരുന്നു? അത് കുറേ പേര് പറയുന്നവരാണ് ഈ നമ്മൾ ഈ സഖാക്കൾ അല്ലെങ്കിൽ അവർ തോൽവി സമ്മതിക്കാത്ത ആളുകളാണ്, പരാജയം സമ്മതിക്കാത്ത ആളുകളാണെന്ന് പറയും. അപ്പം കുറച്ച് പേര് വന്നിട്ട് മായാവി തോറ്റു എന്ന് ചാനലുകളിലെല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഞാൻ വന്നത്. കാരണം ഞാൻ വെറുതെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചുമ്മാതെ തോറ്റതല്ല. ഞാൻ ഇത്രയും ദിവസം ഞാൻ പുറത്ത് പോയിട്ടുണ്ട്, ഞാൻ ബാനർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട്, ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് ഞാൻ തോറ്റത്. അല്ലാതെ വെറുതെ രാവിലെ ഒരാൾ വന്നിട്ട് കോളിംബെൽ അടിച്ചിട്ട് മായാവി നീ തോറ്റു എന്ന് എന്നോട് പറഞ്ഞതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ തോറ്റതല്ലല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു വാർഡിൽ 3 മെമ്പർമാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അവിടെ ജയിക്കാനും പറ്റുള്ളൂ. അപ്പം നമുക്ക് തോൽവി സമ്മതിക്കാം. ഇത് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഒരു ഇതെടുത്തിട്ടിട്ട് ആഹ്ലാദിപ്പെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, ഞാൻ തന്നെ ഇതെടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു. എന്നിട്ടും ആളുകൾക്ക് കാണേണ്ടത് ഇത് ഭയങ്കര ഹാപ്പിയായിട്ട്, അതായത് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരാളെ നോക്കിയിട്ട് ചേച്ചി ഇപ്പോൾ ഞാൻ തോറ്റ് തലതാഴ്ത്തി നിൽക്കണ്ട, ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ചുമ്മാ ചിരിച്ചു, ഇതെന്താ ഇവള് ചിരിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന. എനിക്ക് അങ്ങനെ ഇപ്പോൾ കരയാൻ പറ്റൂല, എനിക്ക് കരേണ്ട ആവശ്യമില്ലല്ലോ അതാണ് മറ്റുള്ളവർ പിന്നെയും കമൻ്റായിട്ടൊക്കെ എനിക്ക് കിട്ടുന്നത്. അത് ഇൻബോക്സിലും ഞാൻ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്താൽ മറ്റേ ഇൻസ്റ്റഗ്രാമിലേക്ക് പോവുക, അങ്ങനെ നല്ലൊരു ഓട്ടം അവർ നടത്തുന്നു. അത് പറഞ്ഞെന്താ ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് വരെ ആൾക്കാർ കമന്റ് അടിക്കുന്നുണ്ടല്ലോ. അത് ശരിക്കും എനിക്ക് നോർമലി ഇപ്പം ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പകുതിയും ശിവനെ, പിന്നെ ഈ ഐഡൻറ്റിറ്റി പുറത്ത് കാണിക്കാൻ പറ്റാത്ത ആളുകൾ, അങ്ങനെയുള്ള കുറേ ആളുകൾ വന്നിട്ട് പറയും ശിവനെ, അയ്യപ്പനെ. ഞാൻ എന്നാ ട്രോളി പറഞ്ഞ പോലെ അയ്യപ്പനെ കുറേ പേര് എനിക്ക് വന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ദേവലോകത്താണോ നിന്നത്, എനിക്ക് കേരളത്തിൽ തന്നെ ഇവിടെ നമ്മുടെ വാർഡിലാണോ, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു തമാശ, അവരുടെ ഫ്രസ്ട്രേഷൻസാണ്. ഇത് ഇവർക്ക് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ഇവരെ കേൾക്കുന്നൊരു സ്ത്രീ ഇല്ല. ഇവരുടെ വീട്ടിൽ ഇതാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ സ്ത്രീകൾ ചിലപ്പോൾ മറുപടി കൊടുക്കും. ഇതാകുമ്പം കാണുന്നില്ലല്ലോ, അവർക്ക് ഐഡന്റിറ്റി ഇല്ല, ഒരു ഫോട്ടോ ഇല്ല, അവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റിയൊരു രൂപം ഇല്ലാത്തൊരു മനുഷ്യരൊക്കെ എന്നോട് സംസാരിക്കുന്നത്. ശരിക്കും ഇത് ചോദിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടായിരുന്നു, മൊത്തവും ഈ ഓൺലൈൻ മാധ്യമങ്ങളെ ട്രോളിക്കൊണ്ട് അത് ഈ പറഞ്ഞ സൈബർ ഇടത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു കിടില സാധനമായിരുന്നു ചെയ്തേക്കുന്നത്. അന്ന് ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ നാട മുറിക്കാൻ പോയ പാവാടയുടെ നാടയായിരിക്കും അവർ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഒരു ഒബ്സർവേഷൻ ഉണ്ടാവണം നമുക്ക്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഉണ്ടായ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവണം. ഒരു പക്ഷേ കോമഡിയിലൂടെ നമുക്കത് പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഇതാണ്. അപ്പം ഈ ഒബ്സർവേഷനിൽ മായാവി കണ്ട മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഈ പറയുന്ന ഓൺലൈൻ മീഡിയ, ഇപ്പം ഞാനിടയ്ക്ക് ഒരു ഓൺലൈൻ മീഡിയ ആണ്. അപ്പം ഈ ഒരു എത്തിക്സ് എന്ന് പറയുന്നൊരു സാധനം ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ ഏത് പ്രവൃത്തിയിൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കരമായിട്ടുണ്ട്. എന്താണ് ഈ ഓൺലൈൻ മീഡിയയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്, എന്താ ഉള്ളത് നിനക്കൊരു ചാനലുണ്ട്, രാഷ്ട്രീയം ചോദിച്ചാൽ അവന് പറയാനില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് ഒരു ഒബ്സർവേഷൻ പറയാനുള്ളത്?
എനിക്ക് ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ക്ഷണിക്കപ്പെടുന്നിടത്ത് നമ്മൾക്ക് ചെല്ലുന്നത് നല്ല കാര്യമാണ്. നമ്മൾ എല്ലാവരെയും പ്രൈവസിയിലേക്ക് ഇടിച്ചേറി ചെല്ലുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഞാൻ ഇവിടെ വരികയാണ് ചെയ്തത്. അത് മാന്യമായിട്ട് എന്നെ വിളിച്ചു, ഞാൻ വന്നു. എനിക്ക് അങ്ങനെയുള്ള ഇൻ്റർവ്യൂസിൽ ഞാനുണ്ട്. വേറെ ഒരിടത്ത് പോകാമെന്ന് വെച്ചാൽ ഇപ്പം ഒരു നമ്മൾ മിക്കപ്പോഴും കാണുന്നതാണ്, ഒരാളുടെ അമ്മയോ അച്ഛനോ മരിച്ചു കിടക്കുന്നിടത്തേക്ക് ഈ ഓൺലൈൻ മീഡിയ ചെല്ലുകയാണ്. ആ ചെന്ന് അവർക്ക് എടുക്കേണ്ട കാര്യങ്ങൾ, ആ മരണമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളത് ജസ്റ്റ് എടുക്കുക, അവരൊരു വാർത്തയാക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ വേറൊരു നായകൻ വന്നപ്പോൾ തല താഴ്ത്തിയിരുന്നു, മറ്റൊരാളെ നോക്കി ചിരിച്ചു, അല്ല അങ്ങോട്ട് തിരിഞ്ഞു. ഇവരുടെ ഓൺലൈൻ മീഡിയയിൽ ഇവർക്ക് വാർത്താ പ്രാധാന്യത്തിൽ നിന്ന് തെന്നി വേറൊരു രീതിയിലേക്ക് മനുഷ്യരെ എത്തിക്കും. അപ്പോൾ ഈ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു മരണ വീട്ടിലെ കാര്യമാണ് ഇവർ കാണിക്കുന്നത്. അതിന് അടിയിൽ വരുന്ന കമൻസ് തെറിയായിരിക്കും. ആ സന്ദർഭമായിട്ട് ഇത് മാറിപ്പോവും. അപ്പം നമുക്ക് ക്ഷണിക്കപ്പെട്ടെടുത്ത് പോയാൽ മതി എന്ന് വെച്ചിട്ട് ഈ ഇടിച്ച് കയറി ചെന്ന ഒരാളുടെ പ്രൈവസിയിൽ, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടൊരു വേദന ഇരിക്കുന്ന ആളുടെ ഇതിൽ BGM ഇട്ടിട്ട്, ഭയങ്കരമായിട്ടൊരു ഫിലിമിൻ്റെ BGM ഇട്ടിട്ട് അവരതിനെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ, അത് മനുഷ്യരുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റുകയാണ്. ആ ഒരു BGM നമ്മൾ ചില സോങ്ങുകൾ അടക്കമുള്ളത് എടുത്താൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഭയങ്കര പവറാണ്. തീർച്ചയായും. അപ്പോൾ സങ്കടപ്പെടുന്നതാണെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സങ്കടം വരും. ആ സമയം നമുക്കൊരു കോമഡി ഇതാണെങ്കിൽ അതേ രീതിയിൽ ഇവരതിനെ ആക്കിയെടുക്കും. അത് ആ ഒരു സദസ്സ് എങ്ങനെയുള്ളതാണ്, അത് മറ്റുള്ളവരെ എത്തിക്കേണ്ട രീതി ഇങ്ങനെയല്ല, ഇതിനൊരു ക്യാപ്ഷൻ ഇങ്ങനെയല്ല. ഇപ്പം ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ പോലും ഞാൻ ആദ്യമേ തന്നെ പറയുന്ന കാര്യമാണ്, ഇതിപ്പം ഫസ്റ്റ് വരുമ്പോൾ ചോദിക്കുന്നത് അതിന് ഇവളേതടിയെന്ന് ചോദിക്കും. ഞാൻ ആദ്യമേ പറയാണ്, ശരണ ചേച്ചി അടക്കം ഞങ്ങളുടെ നാട്ടിലൊരു റേഷൻ കടക്കാരനടക്കം ഒരു 10 പേർക്ക് അറിയാം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. എന്നെ അറിയാം പേരുണ്ടല്ലോ, അപ്പോൾ ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്ത് വെക്കണം. അപ്പം അങ്ങനെയുള്ള അതിൽ നിന്ന് മാറ്റിപ്പോകുന്ന ആ ഒരു ഓൺലൈൻ മീഡിയ, ഇതിപ്പോൾ നിങ്ങളുടെ കണക്ക് ആയിരിക്കില്ല എല്ലാവരും. സ്വന്തം ഒരു ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ ആവും. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം. അല്ല, അത് ഇനിയിപ്പോൾ മായ നേരിടാൻ പോകുന്നൊരു വലിയ പ്രശ്നത്തിലേക്ക് വരുവാണ്. അതായത് ഇപ്പം ഈ പറയുന്നത് ഇപ്പം ഒരു സോഷ്യൽ ഫ്രെയിം ആയിട്ടുണ്ട്. അതായത് ഓൾറെഡി സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പോൾ ഒരു ഇലക്ഷന് നിന്നു. അപ്പം ഇനി ഈ പോകുന്ന ആളെ കണ്ടോ, ഇനി അത് വരാൻ സാധ്യതയുണ്ടാവും. ഈ നിരന്തരം സഞ്ചരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഒരെണ്ണം വരികയാണെങ്കിൽ, ഫോർ സപ്പോസ് പോകുന്നു, നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോകുന്നു, അപ്പം നമ്മളറിയാവുന്ന ഒരാൾ വീഡിയോ എടുക്കുന്നു, എന്നിട്ട് ഈ ആളെ മനസ്സിലായോ എന്നൊരു തംബ്നെയിൽ വെച്ചിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം മായയുടെ? എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പോകുന്നൊരു വേ ഉണ്ട്. അതായത് എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ട്, അതിനിടയിൽ വരുന്ന എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. കാരണം അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിക്ക് എന്നെ ഞാൻ അറിയാതെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതിനോട് എനിക്ക് വലിയ കാര്യമില്ല. അതിനെ അവരെങ്ങനെയോ ആളുകൾ കാണാം, അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നല്ല, അത് ഓരോ ആളുകളുടെ വ്യക്തിത്വം പോലെ ഇരിക്കും. ഇപ്പം നമ്മളെപ്പോഴും കാണുവാണ്, എപ്പോഴും മറ്റേ രേണു ചേച്ചിയൊക്കെ, പുള്ളിക്കാരിയെ ഒരുപാട് പേര് ഹേറ്റേഴ്സ് ഉണ്ട് പുള്ളിക്കാരിക്ക്. അപ്പം എന്നെ സംബന്ധിച്ച് പുള്ളിക്കാരിക്ക് അങ്ങനെ വരുന്നത് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ വീഡിയോ കണ്ടിട്ടല്ല, വേറെയുള്ള അക്കൗണ്ടുകളിൽ എപ്പോഴും എടുക്കുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞത്, മറ്റൊരു സോഷ്യൽ ലോകത്ത് എന്നെ കൊണ്ടുവന്ന് അതിനടിയിൽ ചിന്തിച്ച് കമൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ. എന്നോട് എന്തെങ്കിലും പറയാനുള്ളവരാണെങ്കിൽ എൻ്റെ കമൻസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോയ്ക്കിടയിൽ വന്നാൽ ഞാൻ പരമാവധി മറുപടികൾ കൊടുക്കാറുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നപ്പോൾ ഞാൻ പോയി, എനിക്കിപ്പോൾ അവരെൻ്റെ പിന്നാലെ ഒരാൾ മൊബൈലും പിടിച്ചോണ്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നിൻ്റെ പിന്നാലെ ആരും മൊബൈൽ പിടിച്ചോണ്ട് വരാനാണ് ചോദിക്കുന്നത്. ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ സത്യം. ഇത് പറയാൻ കാണും, ഞാൻ സിനിമയൊക്കെ കാണാൻ പോകും. ഇപ്പം പലപ്പോഴും ആ ഒരു തിയേറ്ററിൽ ഞാനിപ്പോൾ പോകാറില്ല കഴിവതും. കാരണം ഫസ്റ്റ് ഷോ ഒക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ കഴിവതും രാത്രി വെച്ചാൽ ഞാൻ വലിയ ആളാണെന്ന സംഭവമാണെന്നല്ല, നമ്മളോട് പെട്ടെന്ന് വന്നിട്ട് നമ്മളൊരു സാധാ പ്രേക്ഷകരല്ലോ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴേ എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. അത് ഞാനിങ്ങനെ ഒരു മാധ്യമപ്രവർത്തക ആയാലും ആയില്ലെങ്കിലും എനിക്ക് പ്രശ്നമാണ്. എന്നെ മറ്റൊരാൾ ഡിസ്റ്റർബ് പ്രശ്നമാണ്. എനിക്കത് ഇന്നാളൊരു പ്രാവശ്യം എവിടെയോ പോയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എൻ്റെ അടുത്ത് ക്യാമറ കൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഫുട്ടേജ് വന്നെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യണേ. അത് ഞാൻ ആരുടെ കൂടെ പോകുന്നോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല അങ്ങനെ. അതായത് എന്നെപ്പോലെ ആയിരിക്കും സാധാരണ മോസ്റ്റ് ഓഫ് ദ ആളുകൾ ക്യാമറ വരാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അവർക്ക് സമാധാനപരമായി സിനിമ കാണുക. ഇനി എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചിരിക്കും. അതിനും എനിക്ക് പ്രശ്നമില്ല. അതായത് പ്രൈവസി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറവാണ് നമ്മുടെ ലൈഫിൽ. ഇപ്പം മായാവി നേരിടാൻ പോകുന്ന ഒരു പ്രശ്നവും ഇനി അതായിരിക്കണം. ഞാൻ ഇന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വയറ്റിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ എന്നോട് പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചതാണ്, എന്ത് പറ്റി തോറ്റു പോകാൻ? അത് വയറ്റിൽ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ ഉണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോൾ കാണാൻ മറ്റേ ഹോം തിയേറ്ററിലൊക്കെ കണക്ട് ചെയ്ത പോലെ പുള്ളി ചോദിക്കുക, എന്ത് പറ്റി തോറ്റു പോകാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എതിർ സ്ഥാനത്തേക്ക് എന്നൊക്കെ കൂടുതൽ ലോട്ടറി കിട്ടി ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം
ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ, ഇനിയിപ്പം ഇനി 5 വർഷമല്ലേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയത്. പബ്ലിക്കായിട്ട് ഇവർ വന്നിട്ട് മിണ്ടും, എനിക്ക് എല്ലാവരും മിണ്ടുന്നതും സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് എൻ്റെ കമൻസ്. എന്നെ ഒരാൾ നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതെന്ന് തിരിച്ചു പറയും. എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ വരെ പോകുന്നു, എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ വരെ പോകുന്നതാന്ന് പറയും. അതങ്ങനെ നമുക്ക് ഇങ്ങോട്ട് തരുന്ന പോലെ ഇരിക്കും. അവർ വിത്തിടുന്നു, നമ്മൾ വിളവെടുക്കുന്നു, അത്രേ ഉള്ളൂ. ഈ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് എങ്ങനെയാ വന്നത്? കാരണം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നിങ്ങളെ പോലെ നല്ല രസമാണ്, അതിനൊരു പ്രത്യേക ധൈര്യം വേണം. കാരണം ഒറ്റയ്ക്ക് നിന്നത് പ്രാക്ടീസ് ചെയ്യണം, ഇതിനിടയ്ക്ക് നമ്മൾ ചിരിക്കരുത്, മാത്രമല്ല ജഡ്ജസിന് കിട്ടണം, ഇതിനിടയ്ക്ക് ഇത് മറന്നു പോകരുത്, എത്ര ട്രയൽ എടുക്കണം. ഇതൊരു ടാസ്ക്കാണ്, ഒരു അഭിനയമാണത് ശരിക്കും പറഞ്ഞാൽ. സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടാക്കുക, അത് കണക്ട് ചെയ്ത് പറയുക, ഇതൊക്കെ പറയുന്നത്. എങ്ങനെയാണ് സ്റ്റാൻഡപ്പിലേക്ക് വന്നത്? സ്റ്റാൻഡപ്പിൽ ഞാനൊരു ഫുഡ് ആൻഡ് ബീവറേജ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾ 2 ഹോട്ടൽ ഫീൽഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ബിസിനസ്സൊക്കെ, ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ബിസിനസ്സൊക്കെ തകർന്ന് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ TV ഷോസ് കണ്ട്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് വന്ന് ചിരിപ്പിക്കാന്ന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, എങ്ങനെ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ട് ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായിട്ടൊരു ഇത് വേണം, എനിക്ക് ജോലിയില്ല, അപ്പോൾ കുറേ ബാങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പം അന്നത്തെ സമയത്ത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്, എൻ്റെ കൂടെ അന്ന് ഇങ്ങനെ സ്കിറ്റുകളുണ്ട് 2 പേര് ചെയ്യുന്നത്. അന്ന് എൻ്റെ കൂടെ ആരും ഇല്ല, ഞാൻ ഇങ്ങനെ എനിക്കിപ്പോൾ കൂട്ടാളികളെ കിട്ടാൻ പാടാം. ആ ടൈമിൽ ഞാൻ ഒറ്റയ്ക്കൊരു വീഡിയോ വെച്ച് കൊടുത്തിട്ടാണ് ചെല്ലുന്നത്. പിന്നെ ഞാൻ 1-2 തവണ ഇങ്ങനെ 5-15 ബമ്പർ അങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോൾ ശരിയാണ്, നമ്മളൊരു ലോഡ് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്കൊരു 50,000 കിട്ടുകയെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ തവണ അവതരിപ്പിക്കുമ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുന്ന വലിയൊരു പ്രതീക്ഷയിലാണ്. അതിലപ്പോൾ 5,000 ആയിരിക്കാം, 15,000 ആയിരിക്കാം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കടങ്ങളൊക്കെ തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് സാമ്പത്തികമായിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഹാസ്യവൽക്കരിച്ച് പറയാനും ഒക്കെ തുടങ്ങി. അപ്പം ആളുകൾ എന്നെ, നമ്മളിപ്പോൾ പുറത്ത് പറഞ്ഞില്ല, ചില ആളുകൾക്ക് എന്നെ ഒരു പേടി തുടങ്ങി മിണ്ടാൻ. എന്നെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് എനിക്ക് കുട്ടികളില്ല, നിനക്ക് എന്താ കുട്ടികളില്ലാത്തെന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അന്നേരം ചിരിച്ചുകൊണ്ട് അതൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞാലും അതിനുള്ള മറുപടി ഞാൻ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് വൽക്കരിച്ച് പറയാൻ പറഞ്ഞു. അതാരോ പറയുന്നുണ്ടായിരുന്നു, ഇവളോട് മിണ്ടരുത്, ഇവളോട് മിണ്ടി ഇവളത് ചാനലിൽ കൂടെ പറയും. ഞാൻ അതായത് എൻ്റെ നാട്ടിൽ റോഡിൻ്റെ കുറച്ച് അവസ്ഥ മോശമാണ്. നമുക്ക് ആ സമയത്തൊക്കെ നമ്മുടെ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഗ്യാസിന് വില കൂടുന്നു, പെട്രോൾ, ഇതൊന്നും നമ്മുടെ നാട്ടിൽ ചിലർക്ക് വിഷയമില്ല. അവരുടെ വിഷയമായ എന്താണ് പെറാത്തത്, ഇതൊന്നൊരു ഹാസ്യ രൂപേണ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നാട്ടുകാർക്ക് അറിയണ്ട, ഞാൻ കല്യാണം കഴിച്ചിട്ട് വന്നതുപോലെ ആളുകൾക്ക് അറിയാതെ. അപ്പം നമ്മളോട് സംസാരിക്കാൻ ഇത് ഇവിടെ പോയി പറയുമോ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഭയം ഉള്ളിലുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം ഒരു ഇതൊന്നും അവിടെ പോയി പറഞ്ഞേക്കല്ലേ, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമായി, ഹസ്ബൻഡിനും താല്പര്യമാണ്, ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരനോട് ഞാൻ ചോദിക്കുമ്പോഴും പുള്ളി നീ ഇതിൽ തന്നെ തുടർന്നോ, നിന്റെ ഇഷ്ടം, നിനക്ക് സ്റ്റാൻഡപ്പിൽ നിൽക്കാനാണെങ്കിൽ. പിന്നെ ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അയ്യോ എനിക്കൊന്നും എത്താൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് സ്റ്റാൻഡപ്പിൽ പോകണം, അങ്ങനെയൊന്നുമില്ല, മരണം വരെ സമയമുണ്ട്, നിനക്ക് അവിടെ വരെ പോവാം എന്ന് പറയുന്നത്. ഇപ്പം അമ്മ എനിക്ക് തോന്നുന്നു സ്ത്രീ പ്രേക്ഷകർക്ക് ഭയങ്കര, നമ്മുടെയൊക്കെ സാധാരണ നാട്ടിൻപുറത്തെ അമ്മമാരാ, മകളുടെ ഒരു വീഡിയോ അയ്യോ എൻ്റെ അത് ഭയങ്കര പ്രൗഡായിട്ടായിരിക്കും പറയുന്നത്. അമ്മ എങ്ങനെയാ സൈക്കായത്? ഇപ്പം സ്റ്റാൻഡപ്പ് കോമഡിയിലൊക്കെ പോകുമ്പോൾ അമ്മയുടെ വായിൽ നിന്ന് കണ്ടന്റ് കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ച്, ഇപ്പം അമ്മ ആരോടെങ്കിലും സംസാരിച്ചത് അതിൻ്റെ കൗണ്ടർ എടുക്കാറുണ്ടോ? എൻ്റെ അമ്മയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോമഡികൾ പറയുന്ന പോലെയാണ്, ഞാൻ ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നിന്ന് പറയുന്ന പോലെ. ഞാൻ ഇപ്പം എന്തെങ്കിലും കാര്യം വൈകിട്ടൊക്കെ ഞാൻ പറയാം, അമ്മ എന്നാ അവിടെ അമ്മ കിടക്കണേ എന്ന് ചോദിക്കുമ്പോൾ, പണ്ട് നമുക്ക് അമ്മമാരോട് ചേർന്ന് നടക്കുമ്പോൾ ഇത് ഇഷ്ടമാണല്ലോ ചെറുപ്പത്തിൽ. അപ്പോൾ അമ്മ എന്നാ അവിടെ അമ്മ കിടക്കണേ, അമ്മ പെരയുടെ മണ്ടയിൽ. അപ്പം ഞാൻ പറയാം ശരി, അത് അമ്മയ്ക്കും അറിയാം. അങ്ങനെയല്ല, ആ രീതിക്ക് എൻ്റെ അമ്മ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഓർത്തിരുന്ന് ചിരിക്കുമായിരുന്നു അന്നത്തെ സമയത്ത്. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ, അമ്മ പറയാം കൊച്ചേ ഞാനിന്ന് അവിടെ പോയപ്പോൾ അവർ അന്വേഷിച്ചു കേട്ടോ, ഇവിടെ അമ്മയ്ക്കത് ഭയങ്കര കാര്യം. പിന്നെ കുടുംബ പ്രേക്ഷകരെന്ന് പറയുക അമ്മമാർക്കൊക്കെ ഈ ഭർത്താവിനെയും അച്ഛനെയും നമ്മൾ അടുക്കള കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും അവരുടെ ഒരു മാനസിക സമ്മർദ്ദമൊക്കെയല്ലേ നമ്മൾ ഈ ഹാസ്യവൽക്കരിച്ച് പറയുന്നത്. അപ്പം അതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് നമ്മൾ ഓർത്തിരിക്കും, റിലേറ്റഡ് ആകും. അവർ പെട്ടെന്ന് ആ കൊച്ചേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അമ്മമാരെയും അച്ഛന്മാരെ അപ്പച്ചന്മാരെയൊക്കെ എനിക്ക് ഭയങ്കര, എൻ്റെ തരക്കാരൊക്കെ കൂടുതൽ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരിൽ നിന്ന് നമുക്ക് കുറേ കൂടെ ഓർഗാനിക് ആയിട്ട് അവരെ നമ്മൾ എന്താ പറയുക വാച്ച് ചെയ്താൽ കുറേ കൂടെ നല്ല കൗണ്ടേഴ്സ്. അല്ല ഇപ്പം അമ്മച്ചി ഇല്ലേ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മച്ചിയും ഇങ്ങനെ ഒരു കൗണ്ടറൊക്കെ അടിക്കാറുണ്ടോ? അമ്മച്ചി അങ്ങനെ അല്ലല്ല, അമ്മച്ചി അങ്ങനെ ഞങ്ങൾ വലിയ വർത്തമാനങ്ങൾ പറയുമെങ്കിൽ അങ്ങനെ കൗണ്ടർ അടിക്കണം അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പിന്നെ എൻ്റെ ചാച്ചൻ മരിച്ചു പോയിട്ട് കുറച്ചായി ഞാൻ പറഞ്ഞല്ലേ, ചാച്ചൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ
തമാശ രീതിക്കൊക്കെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം ഇപ്പം ഞങ്ങൾ കോഴിക്കോട് അടയ്ക്കാം. അപ്പം അമ്മ വന്നിട്ട് കറണ്ട് പോയി. അപ്പം അമ്മ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ മൊബൈൽ ഇങ്ങെടുത്തേ, മറ്റേ കോഴി കൂട്ടി കയറി നോക്കട്ടെ എന്ന് പറഞ്ഞേ. അപ്പം അത് ഈ ടോർച്ചടിച്ച് ഇതിൻ്റെ ലൈറ്റ് വെക്കാൻ വേണ്ട. അപ്പം ചാച്ച ഇങ്ങനെ കിടക്കുമായിരുന്നു. ചാച്ച ഇരുന്നിട്ട് അതെന്നാ നിൻ്റെ കോഴിയുടെ നമ്പറുണ്ടോ? അത് വെറുതെ ഒരു കാര്യമാണ്. പക്ഷെ ഞാനത് ഓർത്ത് ചിരിക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ചാച്ചൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചാച്ചൻ ഇങ്ങനെ ചില ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾ 2 പ്രദേശമാണല്ലോ, നമ്മൾ ഇപ്പോൾ കൂത്താട്ടുളംകാർക്ക് ചില ഫുഡ് ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അമ്മച്ചി ചാച്ചയ്ക്ക് കൊണ്ടു കൊടുക്കും, മാഗിക്ക് ഉണ്ടാക്കി. ചാച്ച അതിങ്ങനെ കഴിക്കും. എന്നിട്ട് ചാച്ചനോട് പറയും അടിപൊളിയാണ്, പക്ഷെ എനിക്ക് വേണ്ട, അങ്ങനെ പറയാം. അപ്പം ചില കാര്യങ്ങൾ ചാച്ചൻ ഇങ്ങനെ ഒരു മുഖത്തൊരു മാറ്റമൊന്നും ഇല്ലാതെ ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യനാണ്. അതെനിക്ക് അങ്ങനെ ചാച്ചൻ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അത്ര കോമഡി പറയാറില്ല, കാര്യം സംസാരിക്കാറുണ്ട് ഒരുപാട്. ഇപ്പം നമ്മുടെ തന്നെ ജീവിതത്തിൽ ഇപ്പം ഒരു വലിയ ഇപ്പം നമ്മൾ എത്തപ്പെടാത്തൊരു മേഖലയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആയപ്പം നമുക്ക് കാശ് വേണം എന്നുള്ള ഇതിൽ നമ്മൾ പണിക്ക് ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ നമുക്കിത് പറ്റുമോ, ഇതിനൊരു ഭയങ്കര മനക്കെട്ടി വേണം. കാരണം നമ്മളിപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പോയി ചെന്ന് ഇങ്ങനെ ഇത്രയും ആളുകളെ ഫേസ് ചെയ്യാൻ മടിയായിരിക്കും. കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കസേരയുടെ മറവിൽ നിന്ന് ഈ കസേരയുടെ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഈ നമുക്ക് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ്, അത് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഒരു പക്ഷേ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നിറം, നമ്മുടെ ചിരി, എല്ലാം നമുക്കതൊരു ഘടകമാണ് നമ്മളിങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് മറികടന്നത്? എനിക്ക് ആദ്യമൊന്നും ചേച്ചി പറഞ്ഞാൽ അത്രയും ധൈര്യം ഇല്ല എനിക്ക്. അത് നമുക്ക് സാഹചര്യങ്ങൾ, ഇപ്പം കസേരയുടെ പിന്നെ നിങ്ങൾ മുന്നിൽ വന്ന എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ മുന്നിലോട്ട് പിടിച്ചിരുത്താൻ ആളില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇരുട്ടിനെ ഭയങ്കര പേടിയാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ ഒരു തവണ ഇങ്ങനെ അച്ഛന് വയ്യാണ്ടാകുന്ന സമയത്ത്, ചാച്ചന് വയ്യാണ്ടാകുന്ന സമയത്ത് വീട്ടിൽ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം, കുറച്ച് അങ്ങ് വരെ പോകണം. ആ സമയത്ത് ഇരുട്ടത്ത് ഞാൻ പെട്ടെന്ന് ഒരു വീട് വരെ പോയി. ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് പേടി വരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യം എൻ്റെ കൂടെ വേറെ ആരും ഇല്ല എന്ന് തോന്നുമ്പോഴാണ്. അപ്പം ഈ പറയുന്ന പോലെ എനിക്ക് വേണ്ടിയിട്ട് വേറെ ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പം ചിലപ്പോൾ ചിലർ ചോദിക്കുന്നത് ഹസ്ബൻഡ് ഇല്ലേ, അമ്മയില്ലേ എന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിക്ക് നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയാണ്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. തീർച്ചയായും. ഇപ്പം എൻ്റെ വീടിൽ നിന്ന് കുറച്ചപ്പുറത്തായിട്ടൊരു ചേട്ടനുണ്ട്, പുള്ളി മരിച്ചുപോയി, ഉല്ലാസം എന്നാണ് പേര്. ഞാൻ മുമ്പ് എങ്ങും പറഞ്ഞിട്ടില്ല, ഇപ്പോഴാട്ടോ പറയുന്നത്. ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു, പുള്ളി മരിച്ചുപോയി. ഞാൻ ഒന്നുമില്ലായ്മയിൽ എൻ്റെ അച്ഛനെ പോലെ തന്നെ ഞാൻ വീട്ടിൽ പോകാന്ന് പറയുമ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് എനിക്ക് 500 രൂപ എടുത്ത് തരുന്ന, ഇപ്പം എൻ്റെ സ്വന്തക്കാരടക്കമുള്ളവർ ഞങ്ങൾ ഗോൾഡൊക്കെ പണയം വെച്ചപ്പോഴത്തേക്കും ഇതൊക്കെ ലേലത്തിൽ പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവർ തന്നൊരു ഗോൾഡ് എൻ്റെ ഇത് ലേലത്തിൽ പോയ സമയത്ത് ഞാൻ ഇവരെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചേട്ടായി ഇങ്ങനെ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയ നഷ്ടമാണ്. അപ്പോൾ ആ സ്വർണ്ണത്തിൻ്റെ കൂട്ടത്തിൽ അത് പോയി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആദ്യം എൻ്റെ തോളി പിടിച്ചിട്ട് പറഞ്ഞാൽ അത് ഞാൻ നിന്നോട് ചോദിച്ചോ എന്ന് ചോദിച്ചു. അത് നിന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് ഇങ്ങനെ പൈസ ഉണ്ട്, നിനക്ക് നീ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പിക്ക് എന്ന് പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് ഞാൻ പോവാം, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം എന്ന് പറഞ്ഞപ്പം ആ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ഒരു സുനി എന്നാണ്. അപ്പം അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞാണ് നീ ഇതുമായിട്ട് തന്നെ പൊക്കോ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത്രയും മുന്നേ വന്നപ്പോൾ കാണാനില്ല, പക്ഷെ ഞാൻ മറക്കാത്തൊരു മനുഷ്യനതാട്ടോ. ഞാനത് എല്ലാ സ്ഥലത്തും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പുള്ളിയെപ്പറ്റി. അച്ഛൻ്റെ പോലെ തന്നെ ഒരു ആളാണ്, മരിച്ചു അങ്ങനെ പോയി. അപ്പം ഞാൻ ചില സമയങ്ങളിൽ പുള്ളിയുടെ നമ്പർ ഇപ്പോഴും വാട്സപ്പ് യൂസ്, അപ്പോൾ കൊച്ചുങ്ങൾ ഉപയോഗിക്കണേ. ചില സമയങ്ങളിൽ ഞാൻ ഇതിനെ മിസ് ചെയ്യുന്ന മെസ്സേജ് വിടും, സ്റ്റിക്കറൊക്കെ അയക്കണ പോലെ അങ്ങനെ മെസ്സേജ് വിടും. അപ്പം ചേച്ചിയോട് എന്ന് പറയാം. അപ്പം ഞാൻ ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് കരയണ പോലെ ഞാൻ കരഞ്ഞ് കണ്ടിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട സമയത്ത് അച്ഛനെ അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, കാരണം നമുക്ക് വയറിറച്ച് ചോറൊക്കെ തന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പൊക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് ഞാൻ കരഞ്ഞു. ഹസ്ബൻഡിനെ കിട്ടിയ സന്തോഷവും സങ്കടമൊക്കെ ഞാൻ അന്ന് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കരഞ്ഞിട്ടുള്ളത് ആരും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഈ ഉല്ലാസം എന്ന് പറഞ്ഞ പുള്ളി കണ്ടിട്ടുണ്ട്, ഉല്ലാസ് ചേട്ടൻ കണ്ടിട്ടുണ്ട്. പിന്നെ എവിൻ്റെയും കെവിൻ്റെ അമ്മ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി അടുത്ത് ഞാൻ ഓരോ തവണ ഷൂട്ടിന് ചെല്ലുമ്പോഴും ചേച്ചിന്ന് വിളിക്കുമ്പോൾ പുള്ളിക്കാരി എവിടെ നിന്ന് നോക്കും. എന്നിട്ട് ഞങ്ങളെ ബാക്ക് സൈഡിൽ പോയിട്ട് ഞാൻ പുള്ളിക്കാരി കെട്ടിപ്പിടിച്ച് കരയും. ഇന്ന് വരെ പുള്ളിക്കാരി എന്നോട് ചോദിച്ചിട്ടില്ല നീ എന്തിനാ കരയുന്നത്. എന്നിട്ട് എന്നോട് പറയും ശരിയാവും, കടങ്ങളുണ്ടെന്നറിയാം, കുട്ടികളിലെന്നറിയാം, ഇതൊക്കെ അറിയാമെങ്കിലും ശരിയാവും എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോലെ ശരിയാകും എന്ന് പറയും. അല്ല ഞാൻ മറ്റുള്ള മുന്നിൽ കരയുക എന്ന് പറഞ്ഞാൽ ആ ഫ്ലോറിൽ പോലും എൻ്റെ കണ്ണീര് വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരുപാട് സാഹചര്യങ്ങൾ എന്നോട് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിലും, അല്ല എന്നോട് ചോദിക്കുമല്ലോ എങ്ങനെ എൻ്റെ വീട്ടുകാർ, അപ്പം ഞാൻ ചിരിച്ചിട്ടുണ്ട്. കാരണം എനിക്കിങ്ങനെ അയ്യോ എൻ്റെ വീട്ടിൽ അങ്ങനെ എനിക്ക് കരഞ്ഞ് ഒരിത് എന്നെ കാണാനിരിക്കുന്നവർ ചിരിക്കുന്നത് കാണാനിരിക്കണം, ചിരിച്ചാൽ മതി എന്നൊരു രീതി. അല്ല ഇപ്പം അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് പറയാനുള്ളൊരു കാരണം, നമുക്ക് ഒരു ഒന്നും അല്ലാത്തൊരാള് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമുക്കൊരു 500 രൂപ തരിക എന്ന് പറയുന്നത് അയാൾ എന്ത് നല്ല മനുഷ്യനായതുകൊണ്ടായിരിക്കും. നമ്മളൊരു 10 രൂപ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടുമെന്ന് ഓർത്തിട്ടാ നമ്മളോട്. അതല്ല, അത് അവക്കടെ കയ്യിലേക്ക് പൈസ, അതൊരു ഉത്തരവാദിത്തബോധം കൂടിയാണ്. അതൊക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ്.
എനിക്ക് അത് കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം വന്നത്. അയ്യോ അങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ? ഉണ്ട്. അത് ഞാൻ അവർ 2 മക്കളാണ്, 2 പെൺകുട്ടികൾ. ഒരാളെ കല്യാണം കഴിച്ചു വിട്ട് ഒരാളുണ്ട്. അപ്പം ഞാൻ ചില സമയങ്ങളിൽ ചെല്ലുമ്പം ഇവർ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമൊക്കെ ആയിരിക്കും. അപ്പം എന്നോട് ഈ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്ത് തന്നേന്നൊക്കെ പറയാം. അപ്പം ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ വീട്ടിൽ 2 മക്കൾ വേണമെന്നാണോ? ഒരാൾ പോയി അങ്ങനെ പറയും. എന്തെങ്കിലും സങ്കടപ്പെട്ട് ഞാൻ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ചേട്ടായി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ എന്നെ മുഖത്ത് നോക്കിയിട്ട് പറയാം, എന്തോ പ്രശ്നം ഉണ്ടല്ലോ. അപ്പം ഞാൻ തൊട്ട് താഴെ കനാലുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറയാം, ഇവിടുത്തെ ചേച്ചിയോട് ഞാൻ കാര്യങ്ങൾ പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ ചേച്ചിയോട് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഈ പുള്ളിക്കാരി കാര്യം ഞാൻ അവരെ ആശ്വസിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറയത്തില്ല. പിന്നെ ഞാൻ ചെന്നിട്ട് പുള്ളിക്കാരിയോട് എന്ന് പറയും. പുള്ളിക്കാരി ചേട്ടായോട് പറയും, ചേട്ടാ ഇങ്ങനെ. അപ്പം അതൊന്നുമില്ല കൊച്ചി, ഇതിനപ്പുറം ഇങ്ങനെ. അങ്ങനെ നമുക്കൊരു ഊർജ്ജം തരും. പിന്നെയുള്ള ചേച്ചിയുടെ പോലെ ഒരാളുണ്ട് നമ്മുടെ സ്റ്റാൻഡപ്പിൽ നിന്ന് വിദ്യ ചേച്ചി. വിദ്യ ചേച്ചി എന്ന് വെച്ചാൽ എന്ത് പ്രശ്നം പറയാൻ പറ്റുന്ന ഒരാളാണ്. എപ്പോഴും എന്നെ കണ്ട എൻ്റെ അമ്മയുടെയും അപ്പച്ചിയുടെയൊക്കെ പോലെ പോവാൻ മക്കളെ ഇത് വെച്ചോ എന്ന് പറഞ്ഞൊരു 10 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ കൈ മടക്കി തരുന്നൊരു ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിയുടെ ആ ഇത്. അപ്പം ഞാൻ എന്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ എന്ന് പറയുമ്പം കുറച്ചു നേരം കഴിയുമ്പം പുള്ളിക്കാരി ഏങ്ങലടിച്ച് തരുമ്പോൾ ഞാൻ പറയും, സാരമില്ല ചേച്ചി ശരിയാവും പറഞ്ഞിട്ട്. അങ്ങനെ ഒരാളാണ്. എൻ്റെ ചാച്ച മരിച്ചപ്പോൾ രാത്രി ഫസ്റ്റ് വിളിച്ച് പറഞ്ഞ ഒരാളാണ് ഞാൻ. ചേച്ചി ചാച്ച പോയി കിട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ മുമ്പ് അവിടെ കരയാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇത്ര സീരിയസ് ആയിരുന്നു എന്നുള്ള രീതിക്ക് അല്ലേ. ഇത് പറയുമ്പോഴേ പണ്ട് ബിഹൈൻഡ് വുഡ്സിൽ നിന്നപ്പം ഇതുപോലെ ഒരാൾ മരിച്ച്, ഒരു ആക്ടർ മരിച്ച്, അത് ലൈവിൽ ഇങ്ങനെ പോവാം. അപ്പം ഞാൻ അത് കഴിഞ്ഞ് 2ാമത്തെ 3ാമത്തെ ദിവസം ആ മരിച്ച ആളുടെ ഭാര്യേനെ ഇൻ്റർവ്യൂ എടുക്കാൻ പോവാം. അപ്പോൾ അവരുടെ ഇളയ കുഞ്ഞിനെ ഞാനാണ് നോക്കുന്നത്. അപ്പോൾ ആങ്കർ വേറൊരാളാണ് ആങ്കറിങ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ പിടിച്ച് മടിയിലിരിക്കുന്നു. അപ്പോൾ അവർ ഭയങ്കര ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്നു. ഞാനിപ്പുറത്ത് ഏങ്ങലടിച്ച് കരയുന്നു, തല തല്ലി കരയുന്നു അമ്മ. എന്നിട്ട് ഇൻ്റർവ്യൂ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മരിച്ച ആളുടെ ഭാര്യ എൻ്റെ അടുത്ത് വന്നിട്ട്, കരയണ്ട സാരമില്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് ഇന്നും എന്നെ ട്രോളുന്നവരുണ്ട്. അതും പറഞ്ഞ് എനിക്ക് വെച്ചാൽ നമ്മൾ മനുഷ്യത്വം കാണിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല മായ. അത് ഇപ്പം മായയ്ക്ക് നാളെ ഒരു കാലത്ത് പൈസ അല്ലെങ്കിൽ പൈസ വേണ്ട, മായക്ക് പൈസ ഉണ്ടാവണമെന്നില്ല. മായ എടുത്ത ഒരാൾ വരുമ്പോൾ മായ ഇത് ചെയ്തു കൊടുക്കും അവർക്ക്. തീർച്ചയായിട്ടും നമുക്കൊന്നുമില്ലെങ്കിലും, നമുക്കൊന്നുമില്ലാന്ന് പറയാൻ പോലും പറ്റില്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അതാണ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാധനം.